കൃഷ്ണമണ്ഡി സത്സംഗ സമിതിയിലെ എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. ഇന്ന് ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്. ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും അർത്ഥവിചിന്തനം ചെയ്യുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. നമസ്കാരം തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത് 84-ാമത്തെ ശ്ലോകത്തിലാണ്. 84-ാമത്തെ ശ്ലോകത്തിലെ 387-ാമത്തെ നാമം ഷാഡ്ഗുണ്യ പരിപൂരിത എന്നുള്ള നാമത്തിലാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 85-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യാ ഷോഡശികാരൂപ ശ്രീകണ്ഠാർദ്ധശരീരിണി. നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യാ ഷോഡശികാരൂപ ശ്രീകണ്ഠാർദ്ധശരീരിണി. ഇവിടെ 388 മുതൽ 392 വരെയുള്ള 5 നാമങ്ങളാണ് ഈ 85-ാമത്തെ ശ്ലോകത്തിലുള്ളത്. അപ്പോൾ ഓരോ നാമങ്ങളുടെയും അർത്ഥം നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യത്തെ നാമമാണ് നിത്യക്ലിന്ന. അപ്പോൾ നിത്യക്ലിന്ന എന്ന് പറഞ്ഞാൽ ആദ്യം ക്ലേദനം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ക്ലേദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർദ്രമാക്കുക അല്ലെങ്കിൽ നനയ്ക്കുക. നമ്മളെ മനസ്സൊക്കെ നമ്മുടെ ആർദ്രമായി അല്ലെങ്കിൽ മനസ്സ് തരളമായി എന്നൊക്കെ പറയില്ലേ നമ്മൾ. എപ്പോഴാണ് ആർദ്രത അല്ലെങ്കിൽ തരളതയൊക്കെ വരിക? സ്നേഹഭാവം, യാതൊരു കാംക്ഷയുമില്ലാത്ത സ്നേഹഭാവം അങ്ങനെ നിറഞ്ഞു കവിയുമ്പോഴാണ് ആർദ്രമാവുന്നത്, അല്ലേ? അപ്പോൾ ആർക്കാണ് ഏറ്റവും മഹത്തായ സ്നേഹഭാവം കാണുന്നത്? അമ്മയ്ക്കാണ്. ദേവി ശ്രീമാതായാണെന്ന് ആദ്യത്തെ നാമത്തിലേ പറഞ്ഞു വെച്ചു. അപ്പോൾ ദേവി എന്താണ്? നിത്യക്ലിന്നയാണ്. നിത്യവും എല്ലായ്പ്പോഴും ആർദ്രമായിട്ടുള്ള ഹൃദയത്തോടു കൂടി. എവിടെയാണ് ആർദ്രത ഉണ്ടാവുക? ഹൃദയത്തിൽ. അപ്പോൾ ക്ലിന്നത ഉണ്ടാവുന്നത് ഹൃദയത്തിലാണ്. ഈ ശബ്ദം തന്നെ നമുക്ക് ഭഗവത്ഗീതയിലെ ന ചൈനം ക്ലേദയന്ത്യാപോ എന്നുള്ള ശബ്ദത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്ലേദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർദ്രമാക്കുക, നനയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ദേവി ദയ കൊണ്ട് ആർദ്രമായിട്ടുള്ള, കരുണ കൊണ്ട്, കരുണാമയിയാണ് ദേവി, കരുണ കൊണ്ട് ആർദ്രമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയവളാണ് ദേവി. അപ്പോൾ താപത്രയാഗ്നിയിൽ നമ്മൾ നേരത്തെ നാമത്തിൽ കണ്ടു, താപത്രയാഗ്നി സന്തുഷ്ട സമാഹ്ലാദന ചന്ദ്രിക എന്ന്. താപത്രയാഗ്നിയിൽ അങ്ങനെ വെന്തുരുകുന്ന ഈ മനുഷ്യന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് വന്ന് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും 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 ആ കുരുക്കിൽ ഇങ്ങനെ പെട്ട് ഉഴലുന്ന ഭക്തന്മാരായി കഴിഞ്ഞാൽ, ഭക്തനായിട്ടുള്ള അവർക്ക് ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനു സന്തതി എന്നാണ് പറയുന്നത്. അത് അടുത്ത നാമമാണ്. അപ്പോൾ ചന്ദ്രന്റെ ശീതളിമ പോലെ ദേവി എങ്ങനെയാണ്? താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക എന്നാണ്. അവർക്കൊക്കെ ആഹ്ലാദം പകരുന്ന ചന്ദ്രികയാണ്. ആ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ആ നിലാവ് ആണ് ദേവി. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ദേവി എല്ലാ താപത്രയങ്ങളിലെ പീഡകളിൽ നിന്നും രക്ഷിച്ചിട്ട് നമ്മളെ സുഹൃതം അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദേവിയുടെ ലക്ഷ്യം. അപ്പോൾ ശരിക്കും ഒരു ഭക്തൻ ദേവിയെ
ആർദ്രമായിട്ട് തന്നെ ദേവിയെ കാക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ താപത്രയങ്ങളിൽ നിന്നും മോചിപ്പിച്ചിട്ട് ആ ഭക്തനെ പരമപദത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ദേവി. അപ്പോൾ അമ്മയാണ് ദേവി, മഹേശ്വരിയാണ് ദേവി, ജഗന്മാതയാണ് ദേവി. അതുകൊണ്ട് ദേവി നിത്യക്ലിന്നയാണ്, നിത്യവും സദാ ആർദ്രതയോട് കൂടിയിട്ടുള്ള ഹൃദയത്തോട് കൂടിയിട്ടുള്ളതാണ്. ഇതാണ് ഏറ്റവും എടുക്കാൻ പറ്റിയിട്ടുള്ള നമുക്കുള്ള ഒരു അർത്ഥം. ഇനി നമ്മൾ നിത്യകളെക്കുറിച്ച് പഠിച്ചിട്ടപ്പോൾ നിത്യക്ലിന്ന എന്നുള്ള നിത്യയെക്കുറിച്ച് പഠിച്ചു. 16 നിത്യകളുണ്ടെന്നും ആ നിത്യകൾ ഓരോ തിഥികൾക്കും ദേവി തന്നെയാണ്, സമയം ദേവിയാണ്. അപ്പോൾ ശരിക്കും 16 തിഥികൾ, അപ്പോൾ നമ്മൾ കലണ്ടറൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൃത്യമല്ല. ശരിക്കും കൃത്യതയുള്ളത് എന്തെങ്കിലും കൃത്യത പാലിക്കാൻ പറ്റുമെങ്കിൽ അത് സൂര്യനെയും ചന്ദ്രനെയും ആസ്പദിച്ചിട്ടുള്ള ദിനരാത്രങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിഥികളെ കുറിച്ചിട്ടുള്ള കലണ്ടറാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള. ബാക്കിയൊക്കെ മാറും, എല്ലാം മാറിക്കൊണ്ടിരിക്കും. പതുക്കെ പതുക്കെ സമയം കൂടിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പല സ്ഥലത്തും അസ്തമയവും ഉദയവും മാറിക്കൊണ്ടിരിക്കുന്നു ഒക്കെ വരും. അപ്പോൾ ശരിക്കും ഈ സൂര്യ ചന്ദ്ര ഗതിയെ അനുസരിച്ചിട്ടുള്ള തിഥികളാണ്, അല്ലെങ്കിൽ ചന്ദ്രന്റെ തിഥികളാണ് 16 തിഥികൾ. ആ തിഥികൾക്ക് ഓരോന്നിനും ദേവി തന്നെ ഉപദേവതകളായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേവതകളെയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ നിത്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ദിനങ്ങൾക്കും നിത്യ എന്ന് പറയും. ആ ദിനങ്ങളുടെ ദേവതകളാണ്, തിഥികളുടെ ദേവതകളാണ് നിത്യ. അതിലൊരു ദേവതയാണ് നിത്യക്ലിന്ന എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ശരിക്ക് ഈ ദേവതകളുടെയൊക്കെ പേര് നമ്മൾ പലപ്പോഴും കേട്ടാണ്, എങ്കിലും ഒന്ന് നമുക്ക് വീണ്ടും അതിനെ ഓർക്കാം. കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന മൂന്നാമത്തെ ദേവതയാണ്, മൂന്നാമത്തെ തിഥിയുടെ ദേവതയാണ് നിത്യക്ലിന്ന. അത് കഴിഞ്ഞ് ബേരുദണ്ഡ, അത് കഴിഞ്ഞ് വാസിനി, മഹാവിദ്യേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ എന്ന നാമത്തിൽ 10ാമത്തെ ദേവി തന്നെ നിത്യയാണ്. നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. അത് കഴിഞ്ഞാൽ അമാവാസിയുടെയും പൗർണമിയുടെയും ദേവി തന്നെയാണ് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ്. അപ്പം ഇങ്ങനെ 16 തിഥികളിൽ ദേവി നിറഞ്ഞു നിൽക്കുകയാണ്. അതിനകത്ത് 3ാമത്തെ തിഥിയുടെ ദേവതയാണ് നിത്യക്ലിന്ന. അപ്പോൾ നിത്യക്ലിന്ന എന്നുള്ള ദേവതയും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് നിത്യക്ലിന്ന എന്നുള്ള നാമം. അപ്പോൾ 2 നാമങ്ങളും ശരിയായി അറിഞ്ഞുകൊണ്ടിരിക്കണം. ഇനി നിരുപമ എന്നുള്ള നാമം നോക്കാം. 389ാമത്തെ നാമമാണ് നിരുപമ. നിരുപമ എന്ന് പറഞ്ഞാൽ ഉപമിക്കാൻ കഴിയാത്തവളാണ്. അപ്പോൾ ദേവിയുടെ ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ ദേവിയുടെ രൂപവർണ്ണന നമ്മൾ നടത്തിയപ്പോൾ നമ്മൾക്ക് പലപ്പോഴും അറിയാം, നമ്മൾ പലതിനെക്കുറിച്ചും ദേവിയെ ഉപമിച്ചു. അതൊക്കെ നമ്മളുടെ ഈ പരിമിതമായ മനസ്സിന് ദേവിയുടെ രൂപത്തെ ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. ദേവി ബ്രഹ്മം തന്നെയാണ്. ദേവിയെ ഒന്നിനും ഉപമിക്കാൻ പറ്റില്ല. അത് എല്ലാ ഉപമകൾക്കും വളരെ മുകളിലാണ് ദേവി. അതുകൊണ്ട് ദേവി നിരുപമയാണ്, ഒന്നുമായിട്ട് ഉപമിക്കാൻ സാധിക്കാത്തവളാണ്, മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്തവളാണ് ദേവി. ദേവിയുടെ മഹാ അതിശയത്തിൻ്റെ അല്പമാത്രമായ അംശമാണ് ഈ ബ്രഹ്മാണ്ടം തന്നെ, ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ. അപ്പം നമ്മൾ ആ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനെ കൊണ്ട് എള്ളിൻ പൂ പോലത്തെ മൂക്ക്, അല്ലെങ്കിൽ ചന്ദ്രക്കല പോലത്തെ, അഷ്ടമി ചന്ദ്രനെ പോലത്തെ ദേവിയുടെ നെറ്റിത്തടം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അല്പമാത്രമാണത്. ദേവിയുടെ മഹാ അതിശയത്തിൻ്റെ ശരിക്കും അല്പമാത്രമായിട്ടുള്ള ഒരു അംശം മാത്രമാണ് ഇതൊക്കെ. അതിനെ കൊണ്ടൊക്കെ ദേവിയെ നമ്മൾ ഉപമിക്കുമ്പോൾ ശരിക്കും നമ്മൾ ദേവിയെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദേവി നിരുപമയാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദേവിയിൽ നിന്നും അചിന്ത്യമായിട്ട്, അല്ലെങ്കിൽ ദേവിയിൽ നിന്നും ചിന്ത മാറ്റിക്കഴിഞ്ഞിട്ട് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് ദേവി നിരുപമയാണ്. ന തസ്യ പ്രതിമ അസ്തി എന്നത് ഇത് ശ്രുതിവാക്യമാണ്, വേദവാക്യമാണ്. ന തസ്യ പ്രതിമ അസ്തി. ഇത് പറയുന്ന എന്താണ്? ദേവിക്ക് പ്രതിമയില്ല. ഈ ദേവിക്ക് പ്രതിമയില്ല എന്ന് പറഞ്ഞിട്ട്, ദേവിക്ക് പ്രതിമയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിമ വെച്ച് ആരാധിക്കുന്നതെന്ന് സക്കീർ നായിക്ക് പോലുള്ള ആതങ്കവാദികൾ പ്രചരിപ്പിച്ച് നടന്നിട്ട് ഹിന്ദുക്കളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് അതിന് ഉത്തരമേ ഇല്ല. പ്രതിനീയതേ ഇതി പ്രതിമ എന്നാണ് സംസ്കൃതത്തിൽ പ്രതിമയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ അർത്ഥം. പ്രതിനീയതേ ഇതി പ്രതിമ. അപ്പോൾ ഉപമിക്കാൻ ഒന്നുമില്ലാത്തതിനെ പ്രതിമ എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ ശരിക്കും പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്, വിഗ്രഹ ആരാധന പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഉപമ എന്നുള്ള അർത്ഥത്തിലാണ് പ്രതിമ എന്നുള്ള ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേദങ്ങൾ. ന തസ്യ പ്രതിമ അസ്തി. ഇതിനൊക്കെ
വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മളൊക്കെ ഉത്തരം മുട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ഞാൻ വേദം പഠിച്ചു, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള പോലെ. അപ്പോൾ നമുക്കിതൊക്കെ അറിഞ്ഞ് ഒരു പ്രാഥമികമായിട്ടുള്ള ധാരണയെങ്കിലും ഈ വക കാര്യങ്ങളിലൊക്കെ ഉണ്ടാവണം എന്നുള്ളത് സുനിശ്ചയമാണ്. അതിനുവേണ്ടി ഓരോരുത്തരും സ്വയം പ്രയത്നിക്കണം. നമ്മുടെ മക്കളെയും അതുപോലെ മക്കളുടെ മക്കളെയും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും പ്രയത്നിക്കണം. അപ്പോൾ ദേവി നിരുപമയാണ്, ഒന്നാലും ദേവിയെ ഉപമിക്കാൻ പറ്റില്ല. ഇനി 390 നാമം നിർവാണ സുഖദായിനി. വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്. നിർവാണ സുഖദായിനി, നിർവാണ സുഖം പ്രദാനം ചെയ്യുന്നവളാണ്. അപ്പോൾ നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. ഇവിടെ മോക്ഷസുഖം, ഭക്തന് മോക്ഷസുഖം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി നിർവാണ സുഖദായിനി എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. ശരിക്കും ഇവിടെ നിർവാണം, വാണം എന്ന് പറഞ്ഞാൽ ബാണം, അസ്ത്രം തന്നെയാണ് അർത്ഥം. നമ്മുടെ കർമ്മങ്ങളാൽ ആ കർമ്മങ്ങളൊക്കെ ഒരു അസ്ത്ര രൂപത്തിൽ എയ്യപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ശരീരം ഉണ്ടാവുന്നത്. ഈ പ്രാരാബ്ധം തന്നെ എന്താണ്? ഒരു അസ്ത്രമാണ്, വാണമാണ്, അല്ലെങ്കിൽ ബാണമാണ്. അപ്പോൾ അത് ശരിക്കും ശരീരവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാമനകളുമാണ് ഈ ദുഃഖങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ അത് താപത്രയങ്ങളാണ് എന്ന് നമ്മൾ കണ്ടു, ശരീരവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ദുഃഖങ്ങളും. അവയിൽ നിന്നും എന്താണ് സംഭവിക്കുന്നത്? ജീവാത്മാവ് എപ്പോഴാണോ മോചിതനാകുന്നത് അതാണ് മോക്ഷം. അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന മോക്ഷം എന്നല്ല അർത്ഥം. മരണവും നമ്മൾ ഒരിക്കലും നമ്മൾ ആ ജീവൻ മുക്തനാവാതെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് ഈ കെട്ടിൽ പിണയേണ്ടി വരും. അപ്പോൾ പ്രാരാബ്ധം ഒട്ടുമില്ലാതെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് പോയി എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ആശ്രമങ്ങളെല്ലാം നടത്തി എന്താ വാനപ്രസ്ഥം, ശരിക്കും വാനപ്രസ്ഥം ചെയ്തു കഴിഞ്ഞാൽ സന്യാസത്തിലേക്ക് പോകാൻ നമുക്ക് പലർക്കും പറ്റിയെന്ന് വരില്ല. ആ വാനപ്രസ്ഥം ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ താപത്രയങ്ങൾക്ക് നമുക്ക് അറുതി വരുത്തിയിട്ട് ആ കർമ്മബന്ധങ്ങളുടെ കുരുക്ക് അഴിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഈ വേദങ്ങളും ശ്രുതികളും ഉപനിഷത്തുകളും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന സനാതന ധർമ്മത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടാവും? ശരീരവും അതുമായിട്ടുള്ള ബന്ധം, ആ കാമനകളൊക്കെ അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഒതുക്കുമ്പോൾ ആ ദുഃഖം എല്ലാം മാറിപ്പോവും. അവയിൽ നിന്നും ജീവാത്മാവിന് മുക്തി കിട്ടും ഈ ദുഃഖത്തിൽ നിന്ന്. അതാണ് മോക്ഷം അല്ലെങ്കിൽ നിർവാണം എന്ന് പറയുന്നത്. ഈ നിർവാണം, ഈ മോക്ഷം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി നിർവാണ സുഖദായിനി. അപ്പൊ ദേവിയെ മുറുകെ പിടിച്ച് നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ അമ്മയാണ് ദേവി. എല്ലാം ദേവിയിൽ തന്നെയാണ് പ്രപഞ്ചം. പെട്ടെന്ന് ദേവി നമ്മളെ നേർവഴിക്ക് നയിച്ച് നമ്മുടെ കർമ്മങ്ങളൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് ഈ കർമ്മബന്ധങ്ങളുടെ കുരുക്കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദേവി നിർവാണ സുഖം തരും. അതുകൊണ്ടാണ് മോക്ഷപ്രദായിനി എന്ന് ദേവിയെ വിളിക്കുന്നത്. അപ്പോൾ ദേവി ഉപാസനയിൽ കൂടി മാത്രമേയാണ് എളുപ്പത്തിൽ മോക്ഷപദം ലഭിക്കൂ എന്നുള്ളത് നിർവാണ സുഖദായിനി എന്നുള്ള നാമത്തിൽ കൂടി നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇനി നമുക്ക് 391 നാമം നോക്കാം. നിത്യ ഷോഡശികാരൂപ. അടുത്ത നാമം 391 നിത്യ ഷോഡശികാരൂപ. ഇവിടെ നമ്മൾ നേരത്തെ 16 നിത്യകളുടെ നാമം കണ്ടു. നമ്മൾ അതിനകത്ത് 15ാമത്തെ നാമം ചിത്ര എന്നുള്ളതാണ്. 10ാമത്തെ നാമമാണ് നിത്യ. 10ാമത്തെ നാമം, 10ാമത്തെ തിഥി, ദശമിയുടെ ദേവിയാണ് നിത്യ എന്ന് പറയുന്നത്. അപ്പോൾ 16 നിത്യകൾ കൂടിയതാണ് ഷോഡശി എന്ന് പറഞ്ഞ 16. അപ്പോൾ 16 രൂപത്തിൽ, നിത്യകളുടെ രൂപത്തിലുള്ള ദേവിയാണ്. നേരത്തെയും പറഞ്ഞു നമ്മൾ കാമേശ്വരി മുതൽ ലളിതാ ത്രിപുരസുന്ദരി വരെയുള്ള 16 നിത്യകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെയുള്ള 16 നിത്യകളും ദേവി തന്നെയാണ്. അതുകൊണ്ട് നിത്യ ഷോഡശികാരൂപ എന്ന ദേവിക്ക് നാമം. അപ്പോൾ ശരിക്കും ശ്രീചക്രത്തിന്റെ ഉപദേവതകൾ കൂടിയാണ്. നമ്മൾ ശ്രീചക്രത്തെ കുറച്ച് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു അതിൽ ഓരോ ചക്രങ്ങളുടെയും ഓരോ സ്ഥാനത്ത് ഈ 16 തിഥികളും വരും. ആ കാലചക്രം തന്നെ ശ്രീചക്രമാണ്, ദേവിയുടെ ശരീരം തന്നെയാണ് ശ്രീചക്രം, നമ്മുടെ ശരീരം തന്നെയാണ് ശ്രീചക്രം, ബ്രഹ്മാണ്ടം തന്നെയാണ് ശ്രീചക്രം എന്നൊക്കെ നമ്മൾ പലതരത്തിലും അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടു. അപ്പോൾ ആ ശ്രീചക്രത്തിൽ 16 നിത്യകൾ ഓരോ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അംഗദേവതകളാണ് ശ്രീചക്രത്തിൻ്റെ ഈ 16 നിത്യകൾ. അതുകൊണ്ട് നിത്യ ഷോഡശികാരൂപ എന്ന് ദേവിയെ പറയുന്നു. ഇനി അടുത്ത നാമം 392ാമത്തെ നാമം ശ്രീകണ്ഠാർദ്ധ ശരീരിണി. വളരെ നമുക്ക് പ്രത്യേകിച്ചും വ്യാഖ്യാനമൊന്നും ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ അർത്ഥമാണ് ശ്രീകണ്ഠാർദ്ധ ശരീരിണി. ഇനി ശ്രീകണ്ഠൻ എങ്ങനെയാണ് പരമശിവന് നാമം വന്നത്?
ശ്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി അല്ലേ? അപ്പൊ എങ്ങനെ പരമശിവന് ശ്രീകണ്ഠൻ എന്ന് പേര് വന്നു എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ ശ്രീമാത എന്നും ശ്രീ മഹാരാജ്ഞി എന്നും പറഞ്ഞപ്പോൾ ശ്രീയുടെ അർത്ഥങ്ങള് ഒരു ഒരു ക്ലാസ്സിൽ മുഴുവൻ നമ്മൾ വ്യാഖ്യാനിച്ചതാണ്, ശ്രീ എന്നുള്ളത് മാത്രം. അപ്പോ ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം എന്നുള്ള അർത്ഥവുമുണ്ട്. ധനം, മഹാലക്ഷ്മി, സമ്പത്ത് എന്നുള്ളതൊക്കെ കൂടാതെ ശ്രീ എന്ന് പറഞ്ഞാൽ വിഷം എന്നുള്ള, അപ്പൊ ശ്രീകണ്ഠം, കണ്ഠത്തിൽ വിഷം ധരിച്ചവനാണ് മഹേശ്വരൻ. അതുകൊണ്ട് മഹേശ്വരൻ എന്ത് വിളിക്കുന്നു? ശ്രീകണ്ഠൻ എന്ന് വിളിക്കുന്നു. ആ ശ്രീകണ്ഠന്റെ അർദ്ധശരീരിണിയാണ്, അർദ്ധാംഗിനിയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ശ്രീകണ്ഠാർദ്ധ ശരീരിണി എന്ന് വിളിക്കുന്നു. അപ്പോ ശിവൻ തന്റെ പകുതി ശരീരം ദേവിക്ക് നൽകിയിട്ട് അർദ്ധനാരീശ്വരനായി എന്നാണ് പറയുന്നത്. അത് ഇനിയൊരു നാമം വരുന്നുണ്ട്, ഇന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും ശിവൻ പ്രാർത്ഥിച്ച ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് അത്രേ അർദ്ധനാരീശ്വരനായി മാറിയത് എന്ന്. തൻ്റെ പകുതി ശരീരം ദേവിയുടെ അടുത്ത് തൻ്റെ ശരീരം പകുതി ദേവിക്ക് നൽകി അർദ്ധനാരീശ്വരനായി ശിവൻ മാറിയത് ദേവിയെ ആരാധിച്ച് പ്രാർത്ഥിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശിവനിൽ നിന്നും ഭിന്നയല്ല ദേവി. ശിവനും ശക്തിയും ഒന്ന് തന്നെയാണ്. പക്ഷേ ശൈവ സമ്പ്രദായത്തിൽ ആരാധന ചെയ്യുന്നവർക്ക് ശിവൻ പരമോന്നതനാണ്. വൈഷ്ണവ സമ്പ്രദായത്തിൽ ആരാധന ചെയ്യുന്നവർക്ക് വിഷ്ണു പരമോന്നതനാണ്. അതുപോലെ തന്നെ ശക്തി രൂപേണ ആരാധിക്കുന്നവർക്ക് ദേവിയാണ് പരമോന്നത. ഇതൊന്നും ഭിന്നമല്ല, ഇതൊക്കെ ഒന്നു തന്നെയാണ്, ഒരേ ശക്തി തന്നെയാണ്. പുരുഷനും പ്രകൃതിയും ഒരിക്കലും വ്യത്യസ്തരായി നിൽക്കില്ല. നമ്മൾക്ക് മാത്രം വേണ്ടിയിട്ടാണ് അത് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു ശക്തി തന്നെയാണ്. അതുകൊണ്ട് ശ്രീകണ്ഠാർദ്ധ ശരീരിണി, ശ്രീകണ്ഠന്റെ അർദ്ധ ശരീരമാണ് ദേവി. അതുകൊണ്ട് ദേവി ശ്രീകണ്ഠാർദ്ധ ശരീരിണി. ഇനി അർദ്ധനാരീശ്വര രൂപത്തില് പകുതി നീല നിറം ശിവന്റെ, ദേവിയുടെ പകുതി ശുക്ലവർണ്ണവുമാണ്. രണ്ട് രൂപത്തിലാണ് ഈ അർദ്ധനാരീശ്വരൻ. പകുതി നീല നിറവും പകുതി ശ്വേതവർണ്ണവുമായിട്ടാണ് ഈ അർദ്ധനാരീശ്വരൻ നിൽക്കുന്നത്. അവിടെ ഈ അർദ്ധനാരീശ്വരനുള്ള ദേവി രണ്ടായി പിരിഞ്ഞു അത്രേ. എങ്ങനെ? വെളുത്ത ദേവിയായിട്ട് ഗൗരി എന്നുള്ള നാമത്തില് വെളുത്ത രൂപത്തില് ഗൗരിയായി മാറി, കൃഷ്ണവർണ്ണത്തില് കാളിയായി മാറി. അപ്പോൾ ദേവി പല രൂപങ്ങളും എടുത്തിട്ടുണ്ടെങ്കിലും ഈ അർദ്ധനാരീശ്വര രൂപത്തിലുള്ള ആ രൂപത്തിൽ നിന്നും ഗൗരിയും കാളിയുമായിട്ട് രണ്ടായി പിരിഞ്ഞു. അങ്ങനെ വെളുപ്പ് നിറവും കൃഷ്ണവർണ്ണവുമായി. നമുക്കറിയാം ശൈവം വെളുപ്പിന്റെ പ്രതീകമാണ് എന്നറിയാം. നമുക്ക് കാളി എന്ന് പറഞ്ഞാൽ നീല അല്ലെങ്കിൽ കറുപ്പിന്റെ പ്രതീകമാണ്. അപ്പോൾ ആ രണ്ട് പ്രതീകമായിട്ടും ഓരോ ദേവിയായി മാറി. ആ രണ്ട് ദേവികളും ഒന്നു തന്നെയാണ്. ഇപ്പോൾ ദേവി കാളി രൂപത്തിലായാലും ഗൗരി രൂപത്തിലായാലും ശ്രീകണ്ഠാർദ്ധ ശരീരിണി തന്നെയാണ്. ആ ദേവിക്ക് നമുക്ക് നമസ്കാരം പറഞ്ഞ് ഓം ശ്രീകണ്ഠാർദ്ധ ശരീരിണിയെ നമ എന്ന് പറഞ്ഞ് അടുത്ത നാമത്തിലേക്ക് കിടക്കാം, അടുത്ത ശ്ലോകത്തിലേക്ക്. അപ്പൊ അങ്ങനെ ഈ ശ്ലോകം തീർന്നു. ഒന്ന് പെട്ടെന്ന് നമുക്ക് ആ ശ്ലോകം ഒന്ന്. നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർദ്ധ ശരീരിണി. ഇനി 86-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി. പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി. ഇവിടെ 393 മുതൽ 399 വരെയുള്ള 7 നാമങ്ങളാണുള്ളത്. ഇതിനകത്ത് മൂലപ്രകൃതിരവ്യക്ത എന്നുള്ളത് 2 നാമങ്ങളാണ്. അത് നമ്മൾ അവിടെ പിരിച്ചു അർത്ഥം മനസ്സിലാക്കണം. പ്രകൃതി ഹി എന്നുള്ള ഒരു നാമവും അവ്യക്ത എന്നുള്ള നാമമാണ്. അപ്പോൾ ആ 2 ശബ്ദങ്ങളും കൂടുമ്പോഴാണ് രകാരം വരുന്നത് അവിടെ. അതുകൊണ്ട് മൂലപ്രകൃതി അവ്യക്ത എന്ന് പറയും. പക്ഷേ ഇത് മൂലപ്രകൃതി ഹി എന്നുള്ളൊരു നാമവും അവ്യക്ത എന്നുള്ളൊരു നാമമാണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഓരോ നാമങ്ങളും നോക്കാം. 393-ാമത്തെ നാമമാണ് പ്രഭാവതി. പ്രഭ എന്ന് പറഞ്ഞാൽ പ്രഭകളോട് കൂടിയവളാണ് ദേവി. പ്രഭ എന്ന് പറഞ്ഞാൽ ശോഭ, കാന്തി എന്നൊക്കെ പ്രകർഷേണ ശോഭയായിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും ദേവി അങ്ങനെ വളരെ ജ്വലിച്ചു നിൽക്കുന്ന ശോഭയാണ് ദേവിയുടെ, മനോഹരമായ ശോഭയാണ്. ചുരുക്കത്തിൽ ദേവി അതീവ കാന്തിമതിയാണ്. പ്രഭാവതി എന്ന് പറഞ്ഞാൽ ദേവി കാന്തിമതിയാണ്. ദേവി കാന്തിരൂപേണ സംസ്ഥിത എന്ന ദേവിയെ നമ്മൾ നാരായണീ സ്തുതിയിൽ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കിരണങ്ങളാണത്രേ അണിമാദികളായിട്ടുള്ള അഷ്ടസിദ്ധികൾ.
അപ്പോൾ അഷ്ടസിദ്ധികളൊക്കെ ദേവിയുടെ മയൂഖങ്ങളാണ്, കിരണങ്ങളാണ്. മയൂഖം എന്ന് പറഞ്ഞാൽ കിരണം. ആ കിരണങ്ങൾ ഇങ്ങനെ ദേവിയുടെ ശരീരത്തിൽ നിന്നും കാന്തിയായിട്ട് ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ അഷ്ടസിദ്ധികളായ അണിമാദികളായിട്ട് ദേവിയുടെ ചുറ്റും നിന്ന് വണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദേവി എന്നാണ് പറയുന്നത്. ഇപ്പോ ശങ്കരാചാര്യരെ സൗന്ദര്യലഹരിയിലെ 80ാമത്തെ ശ്ലോകത്തില് അണിമാദികള് ദേവിയുടെ ചുറ്റും എങ്ങനെയാണ് മയൂഖങ്ങളായി നിന്ന് സേവിക്കുന്നത് എന്ന് വളരെ മനോഹരമായിട്ട് 80ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവി പ്രഭാവതിയാണ്, കാന്തിമതിയാണ്. അണിമാദികളായിട്ടുള്ള അഷ്ടസിദ്ധികള് കിരണങ്ങളായി ദേവിയെ ചുറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് ദേവി കാന്തിമതിയാണ്. അതുകൊണ്ട് ദേവി പ്രഭാവതി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 394ാമത്തെ നാമം പ്രഭാരൂപ. പ്രഭാരൂപ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അണിമാദികൾ സ്വയം പ്രഭയായിട്ടുള്ളവളാണ് ദേവി. പ്രഭ ദേവി തന്നെ രൂപമാണ്. അണിമാദികളൊക്കെ ദേവതകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവിയെ നമ്മൾ കാണുന്നത് എന്താണ്? ആ ഒരു സ്ഫുലിംഗം, കിരണം, ഇതൊക്കെയാണ് കാണുന്നത്. അത് പ്രഭ, ആ പ്രഭ തന്നെ, ആ ഓറ എന്ന് പറയില്ലേ നമ്മൾ, ദൈവങ്ങളുടെയൊക്കെ ചുറ്റും നമ്മളൊരു ഒരു പ്രകാശം വരയ്ക്കും ആ ശിരസിന് ചുറ്റും. ആ ഓറയ്ക്കാണ്, ആ ഓറ തന്നെയാണ് ദേവിയുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേവി പ്രഭാരൂപ, വളരെ പ്രഭയുള്ള രൂപത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവി പ്രഭാരൂപ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 395ാമത്തെ നാമം പ്രസിദ്ധ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും. പ്രസിദ്ധ. പ്രസിദ്ധ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധിയുള്ളവളാണ്, എല്ലാവരാലും അറിയപ്പെടുന്നവളാണ് ദേവി, പ്രശസ്തിയുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി പ്രസിദ്ധ എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ ശരിക്കും ഞാൻ 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 എന്നൊക്കെ നമ്മൾ പറയുന്നു എന്ന് കരുതുക. ആ അഹമായിട്ട് നമ്മുടെ അന്തചേതനയായിട്ട് ഇരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. ഇപ്പൊ എപ്പോൾ അഹങ്കരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞാലും അതും ദേവി തന്നെയാണ്. ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതും ദേവി തന്നെയാണ് ആ അഹങ്കാരമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആ ഞാനും ദേവി തന്നെയാണ്. കാരണം അതില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ കണ്ടു, ശിവോഹം 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 ശിവോഹം. ആ അഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ആ അഹം ചേതന തന്നെയാണ്. അതിനെ നമ്മൾ നമ്മുടെ മായ കൊണ്ട് അത് നമ്മുടെ ശരീരമാണെന്ന് വിചാരിക്കുമ്പോഴാണ് അഹത്തിൻ്റെ ഭാവം മാറുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ആ ചേതന തന്നെയാണ് അഹം. അതുകൊണ്ട് സർവവും ദേവി തന്നെയാണ്, സർവ ചൈതന്യവും ദേവി തന്നെയാണ്, ആത്മസ്വരൂപിണിയാണ് ദേവി. നമ്മുടെ ഉള്ളില് ആത്മസ്വരൂപിണിയായിട്ട് ദേവി കുടികൊള്ളുകയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം പ്രസിദ്ധ. കാരണം എപ്പോഴും ദേവി തന്നെയാണ്. ഈ പറയുന്ന എല്ലാ ചരാചരങ്ങളും ദേവി തന്നെയാണ്. അപ്പൊ ദേവിയുടെ പ്രശസ്തി മാത്രമല്ല, ഈ ഭൂമുഖത്തുള്ള കുപ്രസിദ്ധിയാണെങ്കിലും സുപ്രസിദ്ധിയാണെങ്കിലും എന്തൊക്കെയുണ്ടോ ആർക്കൊക്കെയുണ്ടോ അതൊക്കെ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി പ്രസിദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 396ാമത്തെ നാമം പരമേശ്വരി. വളരെ എളുപ്പമുള്ള നാമമാണ്. പരമമായ ശ്രേഷ്ഠമായ ഈശ്വരി. വളരെ ശ്രേഷ്ഠയാണ് ദേവി. പിന്നെ പരമേശ്വരന്റെ പത്നിയാണ് ദേവി. അതുകൊണ്ടും ദേവിയെ പരമേശ്വരി എന്ന് പറഞ്ഞു. ഈ പരമേശ്വരന്റെ പത്നി മാത്രമാണോ? നമ്മൾ കണ്ടു ദേവി അടുത്ത നാമത്തിൽ വരും അത് വീണ്ടും. ചണ്ടമുണ്ട നിശുംഭന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവി ചാമുണ്ടാരൂപിണിയായപ്പോൾ ഓരോ ദേവി തന്നെ ഓരോ രൂപങ്ങളായി മാറി, 9 രൂപങ്ങളായി മാറി എന്ന് നമുക്കറിയാം. അത് നമ്മൾ അടുത്ത നാമം വരുമ്പോൾ കാണും. അതിൽ വിഷ്ണുവിൻ്റെ രൂപം എടുത്തതാണ് വൈഷ്ണവി, ഇന്ദ്രന്റെ രൂപം എടുത്തതാണ് ഇന്ദ്രാണി, ബ്രഹ്മാവിൻ്റെ രൂപം എടുത്താണ് പരബ്രഹ്മ സ്വരൂപിണിയായിട്ടുള്ളത്. അങ്ങനെ ബ്രാഹ്മി, അങ്ങനെ ഓരോ തരത്തിലും ദേവി ഓരോ രൂപത്തിലും വരുന്നുണ്ട്. ആ ദേവി തന്നെയാണ് എല്ലാം. അതുകൊണ്ട് പരമേശ്വരിയായിട്ടുള്ള ദേവി തന്നെയാണ് സകല ചൈതന്യങ്ങളും. ലക്ഷ്മിയും സരസ്വതിയും അതുപോലെ തന്നെ ദുർഗയും എല്ലാം ദേവി തന്നെയാണ്, ശക്തി തന്നെയാണ്. അതുകൊണ്ടാണ് ദേവി പരമേശ്വരി, പരമേശ്വരന്റെ പത്നിയായ ദേവി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് ശരിക്കും രാജരാജേശ്വരനായിട്ടുള്ള ശിവന്റെ പട്ടമഹിഷിയാണ് ആര്? ദേവി. അതുകൊണ്ടാണ് ദേവി പരമേശ്വരി എന്ന് ശരിക്കും അറിയപ്പെടുന്നത്. ഇനി അത് പരമേശ്വരി നൽകാൻ 397ാമത്തെ നാമം മൂലപ്രകൃതി. മൂലപ്രകൃതി ഇവിടെയാണ് മൂലപ്രകൃതി അവ്യക്ത എന്ന് വരുന്നത്. അപ്പോൾ മൂലപ്രകൃതി എന്നുള്ള ആ നാമം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ചിന്തിക്കാം. മൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം.
അല്ലെ? പ്രകൃതി പ്രകർഷേണ കൃതം, മൂലമായിട്ട് പ്രകർഷേണ കൃതം എന്ന് വെച്ചാൽ ശരിക്കും എന്താ ആകാനുള്ള വസ്തു. നമ്മൾ പണ്ടും കണ്ടു, പരശിവനായി നിന്ന ശിവൻ, ആ ശിവനിൽ ശക്തി ചേർന്നപ്പോഴാണ് പ്രപഞ്ചമാകണമെന്നുള്ള ബോധമുണ്ടായത്. അതിന് നമ്മൾ കാരണജലതി, പ്രൈമോഡിയൽ മാറ്റർ എന്നൊക്കെ പല നാമത്തിൽ നമ്മൾ അറിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? എന്തോ ആവാൻ വേണ്ടി അതിൻ്റെ ആകാനുള്ള വസ്തുവാണ് കാരണം. കാര്യമായി സംഭവിക്കാനാണ് കാരണം ഉണ്ടാവുന്നത്. ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ കാരണം വേണം. അപ്പോൾ ഇവിടെ മൂലമായിട്ടുള്ള കാരണമാണ് ആര്? മൂലപ്രകൃതിയാണ് ദേവി. അപ്പോൾ എല്ലാ സൃഷ്ടികൾക്കും മൂലകാരണമായിട്ട് പ്രകൃതിയായവളാണ് ദേവി. ശരിക്കും കാരണജലധി തന്നെയാണ് ദേവി എന്നിവിടെ പറയാം. അപ്പൊ ഇതെന്താണ് ഈ മൂലപ്രകൃതി? സൃഷ്ടി സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയായിട്ട് നമുക്ക് പറയാം. ഇത് നമ്മൾ നാരായണീയത്തിലും കണ്ടതാണ്. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്ക് തൊട്ട് മുൻപുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയില് വികൃതി അല്ലെങ്കിൽ വികാരം കൂടിയിട്ട് ആ വികാരം കൂടിച്ചേരുമ്പോഴാണ് മഹത്വത്വം ഉണ്ടാവുന്നത്, അഹങ്കാരം ഉണ്ടാവുന്നത്, പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത്, പഞ്ചതന്മാത്രകൾ ഉണ്ടാവുന്നത്, ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നത്, അന്ധകരണങ്ങൾ ഉണ്ടാവുന്നത്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സർവ്വ ജീവജാലങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണ്? മൂലപ്രകൃതിയിൽ നിന്നാണ്. ആ ബ്രഹ്മത്തിൽ നിന്നും മൂലപ്രകൃതി ഉണ്ടാവുന്നു. മൂലപ്രകൃതിയിൽ നിന്നും മായ കൂടുമ്പോൾ വികൃതിയായി മാറുന്നു. അതാണ് വികാരം എന്നും പറയും അതിന്. അപ്പോഴാണ് മഹത്വത്വവും അഹങ്കാരവും പഞ്ചഭൂതങ്ങളും, പഞ്ചഭൂതങ്ങള് പൃഥ്വി, ആപ്, തേജോ, വായു, ആകാശം, അവിടുന്ന് പഞ്ചതന്മാത്രകൾ ഉണ്ടാവും. ഓരോ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നുള്ള 5 തന്മാത്രകൾ ഉണ്ടാവും. പിന്നെ അത് പഞ്ചേന്ദ്രിയങ്ങളായി മാറും. അതുപോലെ തന്നെ അന്ധകരണം എന്നൊക്കെയായി മാറും. ഇതെല്ലാം ശരിക്കും നമ്മൾ അദ്വൈതം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം വരുന്നതാണ്. എങ്കിലും നമ്മളിപ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ, അതുപോലെ തന്നെ ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മാണ്ടമാവുന്നതും അതിൽ നിന്നും ജീവജാലങ്ങളൊക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ നാരായണീയത്തിലൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ അതാണ് മൂലപ്രകൃതി. അപ്പോൾ മൂലപ്രകൃതി എന്താണ്? പ്രളയകാലത്ത് ബ്രഹ്മത്തോട് ചേർന്നിരിക്കുകയാണ്. പ്രളയം വന്ന്, മഹാപ്രളയം വന്ന് സർവവും നശിക്കുമ്പോൾ മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ അതെങ്ങനെ? മൂലപ്രകൃതി എന്തോട് ചേർന്നിരിക്കുകയാണ്? ബ്രഹ്മത്തോട് ചേർന്നിരിക്കുകയാണ്. അതിനുശേഷം സൃഷ്ടി തുടങ്ങുമ്പോൾ പതുക്കെ ഇത് വേറിട്ട് പോവുകയാണ്. ബ്രഹ്മത്തിൽ തന്നെ ഉണ്ടായതാണ്, ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് മാറുകയാണ്. പിന്നെ വികാരങ്ങൾ കൂടുന്നു അതിനകത്ത്. അങ്ങനെ ഈ പറഞ്ഞ കാര്യം, മഹത്വത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകള്, ഇന്ദ്രിയങ്ങള്, ഇതൊക്കെ ഉണ്ടായിട്ട് ബ്രഹ്മാണ്ടമായിട്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചമായിട്ട് അത് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൂലപ്രകൃതിയുടെ ഈ ശരിക്കും മന്ത്രപരമായിട്ട് മൂലപ്രകൃതി നമ്മൾ എപ്പോഴും ഈ ദേവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള അർത്ഥം, വേദപരമായിട്ടുള്ള അർത്ഥം, അതുപോലെ തന്നെ തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം ഒക്കെ നമ്മൾ ടച്ച് ചെയ്യാറുണ്ട്. അപ്പം മന്ത്രപരമായിട്ടുള്ള അർത്ഥത്തിൽ ശ്രീവിദ്യ മന്ത്രം തന്നെയാണ് മൂലപ്രകൃതി. നേരത്തെ പറഞ്ഞു നമ്മൾ, ഈ ബ്രഹ്മാണ്ടം തന്നെ ശ്രീചക്രമാണ്. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ മന്ത്രമാണ് ശ്രീവിദ്യാ മന്ത്രം. അപ്പോൾ ആ മന്ത്രവും അതെങ്ങനെ മൂലപ്രകൃതി ആവുന്നു ഒക്കെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ ശ്രീവിദ്യാ മന്ത്രം തന്നെയാണ് മൂലപ്രകൃതി, അത് ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വേദമാതാവായിട്ട് സരസ്വതിയായി നിൽക്കുന്നതും മൂലപ്രകൃതിയാണ് എന്ന് പറയുന്നു. അപ്പോൾ വേദമാതാവ് ഗായത്രിയാണ് എന്നറിയാം, എന്നാലും വേദമാതാവായിട്ട് ആ സരസ്വതി രൂപേണ നിൽക്കുന്നതും എല്ലാ സൃഷ്ടികൾക്കും നാദരൂപിണിയായിട്ട് ദേവി ഇങ്ങനെ പ്രപഞ്ചത്തിനെ ആ നാദത്തിൽ നിന്നും സൃഷ്ടി എങ്ങനെയാണ് പോയതെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതായി മാറുന്നതും ആ സരസ്വതിയായി നിൽക്കുന്നതും മൂലപ്രകൃതിയാണ്. അപ്പോൾ മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിക്ക് തൊട്ട് മുമ്പത്തെ അവസ്ഥയ്ക്കാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ അത് ദേവി തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ബ്രഹ്മം ദേവിയാണ്, മൂലപ്രകൃതി ദേവിയാണ്, പിന്നെ ബ്രഹ്മാണ്ടം ദേവിയാണ്, സകല ചരാചരങ്ങളും ദേവിയാണ്. എത്ര അടുക്കി വെച്ച പോലെയാണ് പോകുന്നതെന്ന് നോക്കൂ. ഇതാണ് ഒരുപാട് നാമങ്ങൾ നമ്മൾ പലതരത്തിലും പറഞ്ഞു വന്നത്. ഇനി 398 നാമം അവ്യക്ത. നോക്കൂ, എത്രയോ തവണ ദേവിയെ നമ്മൾ പല രൂപത്തിലും ദേവി കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വരികയാണ് അവ്യക്ത. എത്ര ആറ്റം അണുവായി പോകുന്നുവോ അത്രയും കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത വിശാലതയായി മാറും, പ്രപഞ്ചം ആയി മാറും ശക്തി. അപ്പോൾ അവ്യക്ത എന്ന് പറയുന്നത് എവിടെയാണ്? അവ്യക്ത എന്ന് പറയുന്നത് വ്യക്തമല്ലാത്തവള്. ദേവി വ്യക്തമല്ലാത്തവളാണ്. കണ്ടോ, ഇപ്പോൾ ആ സൈദ്ധാന്തികമായിട്ട് വേദാന്ത ചിന്തയിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ദേവിയെ ഒരു രൂപത്തിലൊന്നും ഒതുക്കി നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കും
അറിയാൻ കഴിയുന്നതിൽ നിന്നും അപ്പുറമാണ്. അതാണ് അവ്യക്തം എന്ന് പറയുന്നത്. നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ശരിയല്ല എന്ന്. അപ്പോൾ അതാണ് നമ്മളെ ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുന്നത്. നമ്മുടെ ബുദ്ധി എത്രയോ പരിമിതമാണ്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ന്യൂറോണുകളിൽ 5% പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആ 100% യൂസ് ചെയ്യുന്നതിലും 100% യൂസ് ചെയ്യുന്നവരായിരുന്നു നമ്മുടെ മുനികള്, നമ്മുടെ ഋഷികള് ഒക്കെ 100% ന്യൂറോൺ യൂസ് ചെയ്തിരുന്നവരായിരുന്നു. നമ്മൾ 5 മുതൽ 7% വരെയാണ് നമ്മുടെയൊക്കെ ന്യൂറോൺസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ശാസ്ത്രം തന്നെ പറയുന്നത്, ഉപയോഗിക്കുന്നത്. അതിലും അപ്പുറത്താണ് ദേവി. അപ്പം നമ്മളുടെ ബുദ്ധിക്കൊന്നും അതിനെ കാണാനേ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞാൽ അവ്യക്ത. ഇനി നാരായണീയത്തിലെ സാന്ദ്രാനന്ദാവ ബോധാത്മവും അനുപമിതം എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്? അസ്പഷ്ടം എന്നാണ് പറയുന്നത്. അവിടെയും അത് ശരിക്കും ആ വേദാന്തം തന്നെയാണ്, ബ്രഹ്മമാണ് ഗുരുവായൂരിൽ ഇരിക്കുന്നത് എന്നാണ് ആദ്യത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് കാണിച്ചു തരുന്നത്. അസ്പഷ്ടം എന്ന് പറയുന്നുണ്ട്. എന്നിട്ടോ ദൃഷ്ടമാത്രേ എന്ന് പറഞ്ഞാൽ ആർക്കാ കാണാൻ പറ്റുന്നത്? ജ്ഞാനികൾക്കാണ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ദേവി അവ്യക്തയാണ്. ഇന്ദ്രിയങ്ങളാൽ ദേവിയെ കാണാൻ പറ്റില്ല. ദേവി അവ്യക്തയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മൂലപ്രകൃതിയാണ്. അത് വ്യക്തമായിട്ട് ഒരിക്കലും ആർക്കും കാണാൻ പറ്റില്ല. അത് അവ്യക്തമാണ്. ഒരു ചെറിയ വിത്തിനകത്ത് ഒരു വടവൃക്ഷം, എത്ര വലിയ 1000 വർഷങ്ങളെ ജീവിച്ചിരിക്കുന്ന ഒരു വടവൃക്ഷം, ഒരു വിത്ത്, ആ വിത്ത് എത്ര ചെറുതാണ്, നമുക്ക് കാണാൻ പോലും പറ്റില്ല. ആലിൻ്റെ വിത്ത്, ആ ആൽപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള വിത്ത്. ഇപ്പം നമ്മളൊക്കെ അത്തിപ്പഴങ്ങളുടെ ഒക്കെ വിത്ത് വളരെ ചെറുതാണ്. അപ്പം അഞ്ചീറിൻ്റെ ഒക്കെ ഉള്ളിലുള്ള വിത്ത് പറഞ്ഞാൽ എത്ര ചെറുതാണ്. ആ വിത്തിൽ നിന്നാണ് ഒരു വടവൃക്ഷം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ശാഖകളോ അല്ലെങ്കിൽ അതിൻ്റെ ആ ബൃഹത്തായിട്ട് 1000 വർഷം വളരാനുള്ള അതിൻ്റെ കഴിവോ ഒന്നും നമ്മൾ കാണുന്നില്ല ആ വിത്തിനകത്ത്. അതുപോലെ തന്നെയാണ് ദേവി. ആ അവ്യക്തതയാണ് ദേവിയിലുള്ളത്. അതുകൊണ്ട് ദേവി ആർക്കാണ് പിന്നെ ഈ ദേവിയെ അറിയാൻ പറ്റുക? ശരിക്കും ഈ പ്രപഞ്ചം ദേവിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നറിയാൻ പറ്റുന്നത് ആർക്കാണ്? ശരിക്കും ജ്ഞാനികളായ ആളുകൾക്ക്. ആ ജ്ഞാനികളായ ആളുകള് അടുത്ത നാമത്തിലൂടെ വ്യക്താവ്യക്ത സ്വരൂപിണി, 399 നാമം, അവ്യക്തയായിരിക്കുന്ന ദേവി വ്യക്തയുമാണ് അവ്യക്തയുമാണ് എന്ന് പറയുന്നു. ആർക്കാണ് വ്യക്ത? ആരാണോ ജ്ഞാനികള് അവർക്ക് വ്യക്തമായിട്ട് സ്വരൂപത്തോടുകൂടി കാണാൻ പറ്റും. ഇപ്പോൾ ശരിക്കും നമ്മളിതിനെ ഒന്ന് നമ്മളുടെ തലത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ, മൂലപ്രകൃതിയാണ്, ബ്രഹ്മമാണ് ദേവി, മൂലപ്രകൃതിയാണ് ദേവി, അത് കഴിഞ്ഞ് ബ്രഹ്മാണ്ടമാണ് ദേവി. ബ്രഹ്മാണ്ടമാവുമ്പോൾ അത് പൃഥ്വി തേജോ വായു പഞ്ചഭൂതങ്ങളാവുമ്പോൾ നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ ആ ബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ സാധാരണക്കാരായ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അവിടെ ദേവി അവ്യക്തയാണ്. മൂലപ്രകൃതിയായ ദേവി അവ്യക്തയാണ്. പക്ഷെ ബ്രഹ്മാണ്ട സ്വരൂപിണിയും അതുപോലെ തന്നെ ജീവജാലങ്ങളും സ്ഥാവര ജംഗമമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് വ്യക്തമാണ്. അതുകൊണ്ട് ദേവി അവ്യക്തയുമാണ് വ്യക്തയുമാണ്. ഇനിയോ അവ്യക്തയായിട്ടുള്ള ദേവി എന്ന് പറഞ്ഞാൽ അതേ മൂലപ്രകൃതി അത് ജ്ഞാനികൾക്ക് അല്ലെങ്കിൽ ഉപാസകര് തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ ശരീരബോധത്തെ ത്യജിക്കുമ്പോഴാണ് ആ ജ്ഞാനം വരുന്നത്. ആ ജ്ഞാനികൾക്ക് ദേവി വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. അതുകൊണ്ട് ദേവി അവർക്ക് വ്യക്തയുമാണ്. അതുകൊണ്ട് വ്യക്താവ്യക്ത സ്വരൂപിണി എന്ന് ഇവിടെ ദേവിയെ വിളിക്കുന്നു. അപ്പോൾ മൂലപ്രകൃതി അവ്യക്തമാണ്, പ്രപഞ്ചം വ്യക്തമാണ്. ഇത് രണ്ടും ജ്ഞാനികൾക്ക് കാണാൻ പറ്റും. നമ്മൾക്ക് പ്രപഞ്ചം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദേവി വ്യക്ത അവ്യക്ത സ്വരൂപിണി. ഇത് ഈ നാമം വായിക്കുമ്പോൾ വ്യക്ത അവ്യക്ത സ്വരൂപിണി എന്ന് മനസ്സിൽ ഓർത്തു വായിക്കണം. വ്യക്ത എന്ന് പറയരുത്, വ്യക്ത അവ്യക്ത സ്വരൂപിണി എന്നറിഞ്ഞുകൊണ്ട് വായിക്കണം. അങ്ങനെ നമ്മൾ വ്യക്താവ്യക്ത സ്വരൂപിണിയോടുകൂടി ആ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ശ്ലോകം 87 പോവുകയാണ്. ഇതോടുകൂടി 400ാമത്തെ നാമത്തിലെത്തുകയാണ്. അപ്പം 40% നാമങ്ങൾ പകുതിയായി. 182 നാമം, 182.5 നാമമാണ് ശ്ലോകങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. അതിൽ നമ്മൾ 91 നാമങ്ങളായി കഴിഞ്ഞാൽ പകുതി ശ്ലോകങ്ങളായി. കാരണം ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ 16 അക്ഷരങ്ങളായിരുന്നു ദേവിയുടെ ഒരു നാമം. വളരെ വലിയ നാമങ്ങളായിരുന്നു, വിശദമായ നാമങ്ങളായിരുന്നു, വളരെ സമയമെടുത്ത് പറയേണ്ട നാമങ്ങളായിരുന്നു. പക്ഷേ ഇനി വരുന്ന നാമങ്ങളൊക്കെ ചെറുതാണ്. പക്ഷെ നാമങ്ങൾ ഇനിയും 600 നാമങ്ങൾ ബാക്കിയാണ് എന്ന് ഓർക്കുക. ശ്ലോകം 87. വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി. വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശനയന
കുമുദാഹ്ലാദ കൗമുദി. 400 മുതൽ 403 വരെയുള്ള 4 നാമങ്ങളാണ് 87ാമത്തെ ശ്ലോകത്തിലുള്ളത്. അപ്പോൾ വ്യാപിനി നമുക്ക് മനസ്സിലാക്കാം, സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവൾ. കഴിഞ്ഞ നാമങ്ങളൊക്കെ കണ്ടു. ദേവി തന്നെയാണ് മൂലപ്രകൃതി, ദേവി തന്നെയാണ് ബ്രഹ്മം, ദേവി തന്നെയാണ് മഹത്തത്വം, അഹങ്കാരം, എല്ലാം നമ്മൾ കണ്ടു. ബ്രഹ്മാണ്ടം. അപ്പോൾ ദേവി വ്യാപിച്ചിരിക്കുകയാണ് എല്ലായിടത്തും. അതുകൊണ്ട് ദേവിയുടെ നാമം വ്യാപിനി. വിഷ്ണു എന്നുള്ള അർത്ഥവും ഇത് തന്നെയാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ സകല സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നവൻ, ആ അദ്ദേഹത്തെ വിഷ്ണു എന്ന് പറയുന്നു. അപ്പോൾ ദേവിയും സകല ജഗത്തിലും വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവർ വിഷ്ണു എന്ന് വിളിക്കും, ശൈവ സമ്പ്രദായത്തിലുള്ളവർ ശിവൻ എന്ന് വിളിക്കും, അതുപോലെ ശാക്തേയ സമ്പ്രദായത്തിലുള്ളവർ ദേവി എന്ന് വിളിക്കും. നമ്മൾ ഇതെല്ലാം ഒന്നാണെന്ന് അറിയുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ആരാധിക്കുന്നു. അതുകൊണ്ട് സർവ്വജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവൾ ആ ദേവിക്ക് വ്യാപിനി എന്ന് നാം പറയുന്നു. സഹസ്രശീർഷവദന, സഹസ്രാക്ഷി, സഹസ്രപാദ് എന്ന് നമ്മൾ ഇവിടെ ദേവിയുടെ നാമം കണ്ടു. അതുപോലെ നമ്മൾ പിന്നെ വിഷ്ണുവിനെ വിരാട് പുരുഷന്റെ രൂപം വർണ്ണിക്കുമ്പോഴും ഇത് തന്നെയാണ്, ഈ നാമങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ബ്രഹ്മം, മൂലപ്രകൃതി, വികൃതി, പ്രപഞ്ചം, ഇങ്ങനെയാണ് പോകുന്നത്. അതൊക്കെ ദേവി തന്നെയാണ്. അതുപോലെ തന്നെ സർവപ്രപഞ്ചത്തിനും ഹേതുഭൂതമായിട്ടുള്ള ബ്രഹ്മത്തിനും മൂലപ്രകൃതിക്കും മായയ്ക്കും സൃഷ്ടിക്കും ഒക്കെ കാരണമാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം വ്യാപിനി എന്നാണ്. ഇവിടെ സൃഷ്ടികർत्री, ബ്രഹ്മരൂപ, ഗോപ്ത്രി, ഗോവിന്ദരൂപിണി എന്ന 63ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. എല്ലാം കണ്ടു. അവിടെ സൃഷ്ടികർത്രിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയോഗ്യ, ബ്രഹ്മരൂപ, അപ്പോൾ ബ്രഹ്മരൂപത്തിലെ സൃഷ്ടികർത്രിയാണ് ദേവി. അതുപോലെ തന്നെ സ്ഥിതി ദേവി ചെയ്യുന്നു. ഗോപ്ത്രിയാണ് ദേവി, ഗോവിന്ദ രൂപിണിയാണ് ദേവി, വിഷ്ണു രൂപിണിയാണ് ദേവി. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ എല്ലാം ദേവി തന്നെയാണ്. വ്യാപിനി എന്ന നാമം ദേവിക്ക്. ഇനി അടുത്ത നാമമാണ് 401ാമത്തെ നാമം വിവിധാകാര. വിവിധാകാര എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള ആകാരങ്ങളോട് കൂടിയവൾ. അപ്പോൾ പലതരത്തിലുള്ള ആകാരങ്ങളും ദേവിക്കുണ്ട്. അപ്പോൾ ദേവന്മാര്, മനുഷ്യര്, അസുരന്മാര്, സ്ഥാവരമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, ജംഗമമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, സകല ചരാചരങ്ങളും ആകാരങ്ങളോട് കൂടിയിട്ടുള്ളത്. പൃഥ്വി, അപ്, തേജോ, വായു, ആകാശം, എല്ലാ രൂപങ്ങളും, ഇതെല്ലാ രൂപത്തിലും ഇരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ വിവിധാകാര എന്ന നാമത്തില് നാം എല്ലാവരും അറിയുന്നു. ദേവി മഹാത്മ്യത്തില് നാരായണി സ്തുതിയിൽ എന്താ പറയുന്നത്? അവസാനം സ്തുതിക്കുന്ന എങ്ങനെയാണ്? രൂപേർ അനേകേർ ബഹുതാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരേതി കന്യാം എന്നാണ് പറയുന്നത്. ദേവന്മാര് ഒടുക്കം സ്തുതിക്കുകയാണ് ചാമുണ്ടെ. ഇങ്ങനെ അനേക രൂപങ്ങളോട് കൂടിയിട്ട് സ്വന്തം അങ്ങനെ മൂർത്തിയെ അനേക രൂപങ്ങളാക്കി മാറ്റിയ ദേവി, ആ ദേവിക്ക് പ്രണാമം എന്നാണ് പറയുന്നത്, ഇതിന് പറയുന്നത്. അപ്പോൾ ദേവി തന്നെയാണ് സപ്തമാതൃക്കളായി മാറിയിട്ടുള്ളത്. ഈ നമ്മൾ കണ്ടു ശുംഭ നിശുംഭ വധത്തിൻ്റെ സമയത്ത് ദേവി ചാമുണ്ട എന്നുള്ള രൂപത്തിൽ നിന്നും വിഷ്ണു വൈഷ്ണവി എന്ന രൂപമായി, ബ്രഹ്മാവ് ബ്രഹ്മാണി എന്ന രൂപമായി, മഹേശൻ മാഹേശ്വരി എന്ന രൂപമായി, ഇന്ദ്രൻ ഐന്ദ്രി എന്ന ദേവി രൂപമായി, സുബ്രഹ്മണ്യൻ കൗമാരി എന്ന രൂപമായി, നരസിംഹാവതാരം നാരസിംഹി എന്ന രൂപമായി, വരാഹാവതാരം വാരാഹി എന്ന രൂപമായി. വാരാഹി വീര്യനന്ദിത എന്നുള്ള ശ്ലോകത്തിൽ നമ്മൾ ഈ അവതാരങ്ങളൊക്കെ വർണ്ണിച്ചതായിരുന്നു. അപ്പോൾ ശരിക്കും വൈഷ്ണവി, ബ്രാഹ്മണി, മഹേശ്വരി, ഐന്ദ്രി, കൗമാരി, നാരസിംഹി, വാരാഹി, ഈ രൂപങ്ങളൊക്കെ എടുത്തു ദേവി. അങ്ങനെ സപ്തമാതാക്കളില് 7ആയി. അതിൻ്റെ കൂടെ ചാമുണ്ട എന്ന രൂപത്തിൽ കാളിയായി, അതുപോലെ ശിവദൂതി എന്നുള്ളൊരു ഘോരരൂപിണിയായി. ഇങ്ങനെ 9 രൂപത്തില് ദേവി അവതാരമെടുക്കുകയാണ്. അപ്പോൾ സപ്തമാതാക്കളാണ് ഈ 7 എണ്ണം. ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ശിവനും ശക്തിയും വിഷ്ണുവും ബ്രഹ്മാവും സകല ദേവന്മാരും ഒന്ന് തന്നെയാണ് എന്ന, ത്രിമൂർത്തികൾ ഒന്ന് തന്നെയാണ്, അവരുടെ ശക്തിയാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശുംഭനെയും നിശുംഭനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ശുംഭൻ ചോദിച്ചു അത്രേ ദേവിയോട്, ദേവി ഒരാളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഞാൻ ഒരാളുമായിട്ട് വന്നു, നീ ഒരാളായി നിൽക്കാതെ 9 ആളായിട്ട് എന്നോട് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഇതിന് നിനക്ക് നാണമില്ലേ എന്നുള്ള രീതിയിൽ കളിയാക്കി ചോദിച്ചു അത്ര ശുംഭൻ. അതിന് ദേവി ഉത്തരം പറഞ്ഞത്, ശുംഭ, നിന്റെ നേത്രങ്ങൾക്ക് എന്നെ ഗോചരമല്ല, ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല. ശുംഭന് വധത്തിന് ശേഷം ആ 9 അവതാരങ്ങളും ദേവിയിൽ ലയിക്കുന്നത് കാണിച്ചു കൊടുത്തു അത്ര. അത് കാണിച്ചതിന് ശേഷമാണ് ശുംഭന്റെ ആത്മാവ് പോയത് എന്നാണ് പറയുന്നത്. അപ്പോൾ
ഇത്രയും ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറയാനും പറഞ്ഞു കൊടുക്കാനുമുള്ള അറിവ് നമ്മൾക്ക് വേണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. അപ്പോൾ വിവിധാകാര, വിവിധമായിട്ടുള്ള സകല ചരാചരങ്ങളുമാണ് ദേവി. സപ്തമാതാക്കളും ദേവിയാണ്, എല്ലാം ദേവിയാണ്. അതുകൊണ്ട് ദേവിയുടെ 401 നാമം വിവിധാകാരൈ നമഃ എന്ന് പറയാം നമുക്ക്. 402 നാമം വിദ്യാവിദ്യസ്വരൂപിണി. അപ്പോൾ വിദ്യ അവിദ്യാസ്വരൂപിണി. അവിദ്യ എന്നുള്ളതും വിദ്യ എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കണം. രണ്ട് വിദ്യയല്ല അവിടെ, വിദ്യ അവിദ്യാസ്വരൂപിണി. വിദ്യയും അവിദ്യയുമായിരിക്കുന്നവളാണ് 402 നാമത്തിൽ ദേവി. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വ ആത്മജ്ഞാനം, നമുക്ക് തന്നെ ജ്ഞാനം വരുന്നതാണ് വിദ്യ. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ശരീരബോധം, ശരീരമാണ് ഞാൻ എന്നുള്ള അഹങ്കാരം പോവും. അതാണ് മോക്ഷം, കൈവല്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് വിദ്യ, ജ്ഞാനികൾക്ക് വരുന്നതാണത്. ഇനിയോ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനമാണ്. അപ്പോൾ മായാകൃതമായിട്ട് ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം, അല്ല ബ്രഹ്മമാണ് ഞാൻ എന്നുള്ള ബോധമാണ് വിദ്യ. ശരീരമാണ് ഞാൻ എന്നുള്ള ബോധമാണ് അവിദ്യ. അപ്പോൾ ശുദ്ധവിദ്യാസ്വരൂപമായ ജ്ഞാനവും അതുപോലെ തന്നെ മായാകൃതമായിട്ടുള്ള അജ്ഞാനവും, ഇത് രണ്ടും എന്താണ്? ദേവി സ്വരൂപം തന്നെയാണ്. ശുദ്ധവിദ്യയും ദേവിയാണ്, മായാകൃതമായിട്ടുള്ള അജ്ഞാനവും ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ എന്ത് വിളിക്കുന്നു നമ്മൾ? വിദ്യാവിദ്യാസ്വരൂപിണി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യയാണ്. ഞാൻ ശരീരമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിദ്യയാണ്. അതുപോലെ തന്നെ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ എല്ലാം ചെയ്യുന്നു, എന്നെ കൊണ്ട് ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇതെല്ലാം എന്താണ്? അവിദ്യയാണ്. ഇതെല്ലാം ദേവി തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷെ വീണ്ടും കർമ്മകണ്ഡത്തിൽപ്പെട്ട് നമുക്കൊക്കെ ഉഴലേണ്ടി വരും. കഴിയുന്നത്ര കറക്ഷൻ ചെയ്തു കൊടുക്കുക. അപ്പോൾ അത്രയും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ജീവൻ മുക്തി നമ്മൾക്ക് ആർജിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി 403 നാമം മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി. മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി, ഒറ്റ നാമമാണിത്. മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി, ഒറ്റ നാമമാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. മഹാകാമേശനയന, അപ്പൊ അത് മനസ്സിലായി എന്താണ്? മഹാകാമേശൻ മഹാശിവൻ, പരമശിവനാണ്. പരമശിവന്റെ നയനങ്ങള്, കണ്ണുകള്, അതെന്താണ്? മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി. കുമുദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമ്പൽ പൂക്കളാണ് കുമുദം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആമ്പൽ പൂക്കളായിട്ട് മഹേശ്വരന്റെ കണ്ണുകളെ ഉപമിച്ചിരിക്കുകയാണ്. ആ മഹാകാമേശന്റെ ആമ്പൽ പൂക്കളായിരിക്കുന്ന കണ്ണുകൾക്ക് ആഹ്ലാദം പകരുന്ന കൗമുദിയാണ് ദേവി. എന്താണ് കൗമുദി എന്ന് പറഞ്ഞാൽ? നിലാവ്. ആ പൗർണമി നിലാവ്, അഷ്ടമിക്ക് ശേഷമുള്ള പൗർണമിയോട് അടുക്കുമ്പോഴുള്ള ആ നിലാവ്, ആ നിലാവിൻ്റെ കുളിർമ എന്താണ്? സകല ചരാചരങ്ങളും ഇങ്ങനെ സൂര്യതാപത്തിൽ അങ്ങനെ വെന്തുരുകിയതിന് ശേഷം രാത്രി ഇങ്ങനെ നിലാവ് വരികയാണ്. അപ്പോൾ ഭൂമിക്ക് ആഹ്ലാദം. കൗമുദി എന്നുള്ള അർത്ഥം എങ്ങനെയത്ര വന്നിരിക്കുന്നത് അറിയോ? കും മോദയതി എന്നാണ് സംസ്കൃതത്തിൽ അതിനെ പറയുക. കും മോദയതി ഇതി കൗമുദി. അപ്പോ ശരിക്കും കം അല്ലെങ്കിൽ ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ് ആ ശബ്ദം. നമ്മൾ പല നാമങ്ങളും മന്ത്രബീജാക്ഷരങ്ങളാണെന്ന് കണ്ടു. അതുപോലെ ക അല്ലെങ്കിൽ കു എന്നുള്ള ശബ്ദം ഭൂമിയുടെ പര്യായമാണ്, കു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്? ഭൂമിയെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ആഹ്ലാദിപ്പിക്കുന്നവനാണ് ആര്? ചന്ദ്രൻ. ചന്ദ്രന്റെ കൗമുദി. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ആ കിരണങ്ങളെ കൗമുദി എന്ന് വിളിക്കുന്നത്. കും മോദയതി എന്ന് വെച്ചാൽ ഭൂമിയെ ആഹ്ലാദിപ്പിക്കുന്നതാണ്, ഭൂമിയെ സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കൗമുദി എന്ന് നിലാവിനെ പറയുന്നു. കാരണം ചന്ദ്രന്റെ കിരണങ്ങൾക്ക് എന്തൊക്കെ പേരാണുള്ള? അമൃതാംശു, അത് കഴിഞ്ഞാൽ സുധാംശു, അത് കഴിഞ്ഞാൽ ശീതാംശു. ഈ പേരുകളൊക്കെ കേട്ടാൽ തന്നെ എന്തോ ഒരു ആ അംശുക്കള് അല്ലെങ്കിൽ ആ രശ്മികള്, ആ മയൂഖങ്ങള് അത്രയും കുളിർമയുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? മഹാകാമേശന്റെ നയനങ്ങൾക്ക് ആ ആമ്പൽപ്പൂ പോലത്തെ, ആമ്പൽപ്പൂ വിരിയുന്നത് എങ്ങനെ അത്രേ അറിയോ? നിലാവ് തട്ടുമ്പോഴാണ് അത്രേ. ആഹ്ലാദം കൊണ്ടാണ് ആമ്പൽപ്പൂ വിരിയുക എന്ന് പറയുന്നത്. നിശാഗന്ധികളായിട്ടുള്ള എല്ലാ പുഷ്പങ്ങൾക്കും നല്ല സുഗന്ധമുണ്ടാവും. അവയൊക്കെ ശലഭങ്ങളെയൊക്കെ ആകർഷിക്കും. അതൊക്കെ എങ്ങനെയാണ് നിശാശലഭങ്ങളെ ആകർഷിക്കും? കാരണം അവ ആഹ്ലാദത്തോടുകൂടി വിടരുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് സൗരഭ്യവും വളരെ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ആനന്ദത്താൽ വിടരുന്ന ആമ്പൽ പൂക്കളാകുന്ന മഹേശ്വരന്റെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന കൗമുദിയാണ് ആര്?
നിലാവാണ് ആര്? ദേവി. ദേവി അവിടെ എന്തായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? നിലാവായിട്ട്, അല്ലേ? അതുപോലെ ആമ്പൽപ്പൂക്കളായിട്ട് പരമേശ്വരന്റെ കണ്ണുകൾ. എന്ത് മനോഹരമായ നാമമാണ് നോക്കൂ. ഇതിനകത്ത് നിങ്ങൾക്ക് സാഹിത്യവും എല്ലാം, എത്ര സാഹിത്യങ്ങൾ, ഇത്രയും നാമങ്ങൾ, ഈ 16 അക്ഷരങ്ങളുടെ നാമങ്ങളൊക്കെ സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകകളായിരുന്നു എന്ന് നമ്മൾ കണ്ടു. കുറേ നാമങ്ങൾ കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് നാമങ്ങളെയാണ് ഈ 16 അക്ഷരങ്ങളൊക്കെ ഉള്ളത് വരുന്നുള്ളൂ. അതിൽ ഒരു നാമമാണ് മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി എന്ന്. അപ്പോൾ ദേവിയെ ഇവിടെ നിലാവായിട്ട് ഉപമിച്ചിരിക്കുന്നു. ദേവി എന്ന നിലാവ് കടാക്ഷിക്കാതെ കാമേശ്വരന് ഒരു ആഹ്ലാദവുമില്ല എന്ന് വ്യംഗ്യമായിട്ട് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ആഹാ കാമേശ നയന കുമുദാഹ്ലാദ കൗമുദി എന്ന ദേവിയെ നമുക്കിവിടെ നമസ്കരിക്കാം. ഇനി നമ്മൾക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി. ഒറ്റ ശ്വാസം കിട്ടുമെങ്കിൽ ഒരൊറ്റ ശ്വാസത്തിൽ ചൊല്ലുക. എനിക്ക് ശ്വാസം ഇല്ലാത്തത് കാരണം ഞാനൊന്ന് മുറിച്ചു എന്ന് മാത്രം, അല്ലെങ്കിൽ ഒറ്റ ഒരുമിച്ച് ചൊല്ലണം അതിന്. ഇനി 88ാമത്തെ ശ്ലോകമാണ്. ഭക്തഹാർദതമോഭേദ ഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവംകരി. ഭക്തഹാർദതമോഭേദ ഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി. ഇവിടെ ഭക്തഹാർദതമോഭേദ ഭാനുമദ്ഭാൻ രണ്ടാക്കിയിട്ട് അതിനെ മുറിക്കാൻ പാടില്ല. ഒരൊറ്റ നാമമായിട്ടാണ്. 444ാമത്തെ നാമമാണ്, 404ാമത്തെ നാമമാണ് ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി. ഒറ്റ നാമമാണ് ഇത്. നമുക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് പെട്ടെന്ന് നോക്കാം. ഹാർദം എന്ന് പറഞ്ഞാൽ, ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കെ വിളിച്ചു പറയുകയാണോ? എന്താണ് ഹാർദമായി സ്വാഗതം ചെയ്യാന്നർത്ഥം? ഹൃദയത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന്. അപ്പോൾ ഹാർദം എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ് അർത്ഥം. അപ്പോൾ ഭക്തം എന്ന് പറഞ്ഞാൽ ആൾക്കാർ, ഭക്തർ എന്ന് പറഞ്ഞാൽ ഭക്തര്, ഹാർദം എന്ന് പറഞ്ഞാൽ ഹൃദയം. അപ്പൊ ഭക്തരുടെ ഹൃദയം എന്നിവിടെ ക്ലിയറായി. തമോഭേദം, തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഭക്തരുടെ ഹൃദയത്തിലുള്ള ഇരുട്ട് എന്നുമായി. ഭേദനം ചെയ്യുക അതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖണ്ഡിക്കുക, ഭേദിക്കുക, മുറിക്കുക. അത് മുറിച്ചു കളയുന്ന ഭാനുമത്, ഭാനുമാൻ. ഭാനുമത് എന്ന് പറഞ്ഞാൽ ഭാനുമാൻ. ഭാനുമാൻ ആരാണ്? സാക്ഷാൽ സൂര്യനാരായണ ഭഗവാൻ, സൂര്യനാണ് ഭാനുമാൻ. ഭക്തഹാർദ തമോഭേദ ഭാനുമൻ. ഭാനു എന്ന് പറഞ്ഞാൽ രശ്മി എന്നാണ് അർത്ഥം. സന്തതി നേരത്തെയും കണ്ടു നമ്മള്. എവിടെയാ? സാത്മാനന്ദല വിഭൂത ബ്രഹ്മാധ്യാനന്ദ സന്തതി എന്ന് കണ്ടു. ബ്രഹ്മ ആദിയായിട്ടുള്ള സന്തതി എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലെങ്കിൽ പരമ്പര. അപ്പോൾ ഇവിടെ കൂട്ടം എന്നാണ് സന്തതി എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ എന്താണ്? ഹാർദം ഹൃദയം, തമസ് ഇരുട്ട്, ഭേദിക്കുക, ഖണ്ഡിക്കുക, ഭാനുമാൻ സൂര്യൻ, ഭാനു രശ്മി, സന്തതി കൂട്ടം. അപ്പോൾ ഭക്തഹാർദ തമോഭേദ ഭാനുമത്സ ഒന്ന് എല്ലാം കൂട്ടി യോജിപ്പിച്ചു നോക്കാം. ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള അന്ധകാരത്തെ തകർക്കുന്ന സൂര്യന്റെ രശ്മികളുടെ കൂട്ടമായവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. എന്തൊരു മനോഹരമായ നാമമാണ്. അത് തകർക്കണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ഭക്തഹാർദ തമോഭേദ, ഭക്തന്റെ ഹൃദയത്തിലത്തെ എന്നാ പറഞ്ഞത്. നമ്മളൊക്കെ ആദ്യം ഭക്തരായി മാറണം. ബെഗിങ്ങും അതുപോലെ തന്നെ രണ്ടല്ലേ ഉള്ളത്, ബ്രൈബിങ്ങും. ബെഗിങ്ങും ബ്രൈബിങ്ങും മാറ്റിയിട്ട് ഭക്തരായി മാറണം നമ്മൾ ദേവിയുടെ. എന്നാലും നമ്മുടെ മനസ്സിൽ പല തമസ്സും വരും. നമ്മൾ മനുഷ്യന്മാരായിട്ട് ജനിച്ചതാണ്, പല കർമ്മങ്ങളും കൊണ്ടുവന്നതാണ്. അങ്ങനെ ദേവിയെ നമ്മൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ഹൃദയത്തിലുള്ള ആ തമസ്സിനെ, ആ ഇരുട്ടിനെ ദേവി ഭേദിക്കും. എങ്ങനെ? ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു കിരണം വന്നാൽ മതി. ഒരു റൂമിൽ ഒരു വെളിച്ചത്തിൻ്റെ ഒരു കിരണം വന്നാൽ മതി, അവിടെ പ്രകാശമായി മാറും. അപ്പോൾ ഒരു കൂട്ടം കിരണങ്ങളെ സൂര്യൻ്റെ രശ്മികളായിട്ട് അവിടെ ഒരുമിച്ച് ദേവി തന്നെ ആ സൂര്യൻ്റെ രശ്മിയായി ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് കൂട്ടിക്കോളൂ. അപ്പം എന്തായി മാറും? അവിടെയൊക്കെ വെളിച്ചം പകരും, ജ്ഞാനം വരും. ഭക്തന്റെ ഹൃദയത്തിലുള്ള ഇരുട്ടെന്താണ്? അജ്ഞാനം. ആ അജ്ഞാനത്തെ ജ്ഞാനത്തിന്റെ വെളിച്ചത്താൽ, ദേവി സൂര്യപ്രകാശത്താൽ അങ്ങനെ പരിപൂരിതമാക്കും. അതാക്കുമ്പോഴാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? മോക്ഷം കിട്ടുന്നത്. അപ്പോൾ പ്രാണികളുടെ ദുഃഖ കാരണം താപത്രയമാണ്. താപത്രയത്തിന് കാരണം അജ്ഞാനമാണ്.
ഭക്തനാണെങ്കിൽ കൂടി അജ്ഞാനം എപ്പോഴും നമ്മളിലൊക്കെ ഉണ്ടായിരിക്കും. താപത്രയങ്ങളിൽ നിന്നും അവരെ മാറ്റിയിട്ട് ആ തമസ് മാറ്റിയെടുക്കാൻ പറ്റുന്ന രശ്മിയായി വരുന്നത് ആരാണ്? ദേവിയാണ്. ജ്ഞാനസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ടാണ് നമ്മൾ ദേവിയെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും ജ്ഞാനമുള്ളതൊക്കെ മാറ്റി ദേവി വിജ്ഞാനം തരണേ എന്ന് പറയും. ദേവി സ്മരണയുള്ള ഭക്തന്റെ ഹൃദയ അന്ധകാരത്തെ എന്താണ്? ദേവിയുടെ തന്നെ പ്രഭ, സൂര്യരശ്മി പോലെ അതിനെ അകറ്റിയിട്ട് ദേവി കൈവല്യം കൊടുക്കും, മോക്ഷം കൊടുക്കും ആ ഭക്തന് എന്നുള്ളതാണ് ഈ നാമത്തിന്റെ അർത്ഥം. വളരെ മനോഹരമായ നാമമാണ്. എല്ലാ നാമങ്ങളും, ഈ 16 അക്ഷരമുള്ള നാമങ്ങളൊക്കെ അതീവ മനോഹരമാണ്. ഉപമയും ഉൽപ്രേക്ഷയും ഒക്കെ കലർന്നിട്ടുള്ളതാണ്, കവിഭാവനയും ഒക്കെ ഉള്ളതാണ്. ഭക്തഹാർദ്ദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി നമഃ എന്ന് പറഞ്ഞ ആ ദേവിയെ നമുക്ക് വണങ്ങാം. എപ്പോഴും ഈ നാമം വായിക്കുമ്പോൾ നമ്മളുടെ എല്ലാ വേണ്ടാത്ത ചിന്തകളും കുരുട്ടുബുദ്ധികളും ഒക്കെ പോണേ എന്നതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കാം. അപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ഭക്തന്മാരായി മാറുന്നത്. ഇനി അടുത്ത നാമം നോക്കാം. ശിവദൂതി. എളുപ്പമായിട്ടുള്ള നാമമാണ് ശിവദൂതി. ഇപ്പൊ നേരത്തെ നമ്മൾ എന്താ കണ്ടത്? സപ്തമാതൃക്കളെ കണ്ടു. അതിനകത്ത് നമ്മൾ പറഞ്ഞു സപ്തമാതൃക്കൾ കഴിഞ്ഞാൽ ചാമുണ്ട എന്ന കാളിയും ശിവദൂതി എന്നുള്ള 9ാമത്തെ ഒരു ദേവിയുടെ തന്നെ രൂപവും ഉണ്ടായിരുന്നു. ആ ശിവദൂതി എങ്ങനെ ഉണ്ടായി? ചാമുണ്ട തന്നെയാണത്. ആ ചാമുണ്ട ശിവദൂതി എന്നുള്ള ഒരു പേരുണ്ട്. ശിവൻ ദൂതനായിട്ടുള്ളവൾ, ശിവൻ ദേവിയുടെ ദൂതനായി മാറിയ ഒരു പ്രാവശ്യം. എങ്ങനെയാണ്? ഇത് തന്നെയാണ് ഇവിടെ ശുംഭ നിശുംഭന്മാരുടെ വധം. ഇതൊക്കെ ദേവി മഹാത്മ്യത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദേവി ശുംഭ നിശുംഭന്മാരെ ഇങ്ങനെ യുദ്ധത്തിന് വിളിക്കുന്നതിന് ആ സമയത്ത് ശുഭ്ര രൂപത്തില് ശിവൻ പ്രത്യക്ഷപ്പെടുത്തറ. അവിടെ പ്രത്യക്ഷപ്പെട്ട് ദേവിയോട് പറയും, വേഗം പോയിട്ട് ഈ അസുരന്മാരെയൊക്കെ വധിക്കൂ എന്ന് ദേവിയോട് പറയും. അപ്പൊ ദേവി ശിവനെ ദൂതനാക്കിയിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ പറയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്ദ്രന് 3 ലോകങ്ങളുടെയും ആധിപത്യം കൊടുക്കൂ, ഇന്ദ്രന്റെ പീഠത്തിൽ ഇരുത്തൂ. അത് കഴിഞ്ഞ് രണ്ടാമത് പറയാണ്, ദേവന്മാർക്കൊക്കെ അവരുടെ യജ്ഞത്തിന്റെ ശിഷ്ടമാണ് അവർക്ക് ഭുജിക്കണം. അവർക്ക് ആ യജ്ഞശിഷ്ടം കൊടുക്കാനുള്ള അതിനുള്ള ആ അർഹത കൊടുക്കണം. അതെല്ലാം കൊടുത്ത് അവരെയൊക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്യൂ. ഇത് രണ്ടും ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ പാതാളത്തിൽ പോയിട്ട് സുഖമായി ജീവിച്ചോളൂ, ഒരു ശല്യവും ചെയ്യാണ്ടേ എന്ന് ശിവനെ ദൂതനായിട്ട് ഈ ചാമുണ്ട എന്ന ദേവി ആരുടെ അടുത്തേക്കാണ്? ശുംഭന്റെയും നിശുംഭന്റെയും, രക്തബീജനെ വധിക്കുന്നതും ഒക്കെ അതിനുശേഷമാണ്. ശുംഭ നിശുംഭന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയാണ്, ബലം കൊണ്ട് നീ വീണ്ടും യുദ്ധത്തിന് വരാനാണ് ഭാവമെങ്കിൽ ഇതും കൂടി പറയണം. ബലമുണ്ട് എന്നുള്ള അഹങ്കാരത്താൽ എന്നോട് യുദ്ധത്തിന് വരാനാണ് ഭാവമെങ്കിൽ എൻ്റെ ശിവ എന്ന് പറയുന്ന ശക്തി സൈന്യങ്ങൾക്ക് നിന്റെ മാംസം ഭക്ഷിച്ച് അവർ തൃപ്തി അടയും എന്ന് ശിവനെ ദൂതനാക്കിയിട്ട് ദേവി പറഞ്ഞയക്കുകയാണ്. അതാണ് ശിവദൂതി എന്ന നാമത്തില് ആ രൂപം അങ്ങനെ പ്രസിദ്ധമായി മാറാണ്. അതുകൊണ്ട് ദേവിയുടെ ഈ രൂപത്തിന് ശിവദൂതി എന്ന പേര് പറയും. ഇങ്ങനെ ശിവനെ തൻ്റെ ദൂതനാക്കിയ ദേവി ശിവദൂതി എന്നറിയപ്പെടുന്നു. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊരു കഥയാണ്. കഥയുമായിട്ട് ഉള്ള കണക്ഷനാണ് ഇതിന്, ശിവദൂതി എന്ന നാമത്തിന്. 405ാമത്തെ നാമം ഓം ശിവദൂതി നമ. ഇപ്പോൾ സാക്ഷാൽ മഹേശ്വരൻ പോലും ദേവിയുടെ ദൂതനായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ സംഭവം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഓം ശിവദൂതിയെ നമ. ഇനി ശിവാരാധ്യ 406ാമത്തെ നാമം, ശിവനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥം. ദേവിയെ ആരാധിച്ച് പ്രസാദിപ്പിച്ചിട്ടാണ് അർദ്ധനാരീശ്വര ആയി മാറിയത് അത്ര ശിവൻ. ശിവന്റെ ശരീരം ദേവിക്ക് കൊടുത്തു എന്നതിന് പകരം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത് ശിവനെ ആരാധിച്ച് ദേവിയെ പ്രകീർത്തിച്ചിട്ട് അങ്ങനെ ദേവിയെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് അർദ്ധനാരീശ്വരനായി മാറിയത് എന്ന്. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശിവനെ ആരാധിക്കുന്നവൾ ദേവി പതിവ്രതയാണ്. ദേവി ഏറ്റവും പാതിവ്രത്യ നിഷ്ഠയുള്ളവളാണ്. ജന്മജന്മാന്തരങ്ങളായിട്ട് ശിവനെ തന്നെ പത്നിയായിട്ട് കിട്ടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി എന്ത് പറയുന്നു? ശിവനെ ആരാധിക്കുന്നവളാണ് ദേവി. അതുകൊണ്ടും ദേവി ശിവാരാധ്യ എന്ന നാമത്തില് പ്രശസ്തയാണ്. 406ാമത്തെ നാമം ഓം ശിവാരാധ്യേ നമ. ഇനി 407ാമത്തെ നാമം ശിവമൂർത്തി. ഓം ശിവമൂർത്തിയേ നമ. ശിവന്റെ മൂർത്തിയായവൾ. ശിവൻ ദേവീ സ്വരൂപം തന്നെയാണ്. നമ്മൾ കണ്ടു അതൊക്കെ. ഇപ്പോൾ ശിവനും പാർവതിയും തമ്മിൽ, അല്ലെങ്കിൽ ശിവനും ദേവിയും തമ്മിൽ ഒരു
ഭേദവുമില്ല. അതുകൊണ്ട് ദേവിയുടെ നാമം ശിവമൂർത്തി എന്ന് പറയുന്നു. ഇനി ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ സർവമംഗളകാരിണിയാണ് ദേവി. ദേവിയുടെ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നാണ് നാരായണീ സ്തുതിയിൽ പറയുന്നത്. അപ്പൊ ശിവമംഗളകാരിണിയാണ് ദേവി. അതുകൊണ്ടും ദേവി ശിവമൂർത്തി, മംഗളസ്വരൂപിണി ശിവമൂർത്തി, മംഗളം മൂർത്തിമത് രൂപമായിട്ടുള്ളവൾ. അതുകൊണ്ട് ദേവി ശിവമൂർത്തി. ശിവൻ സ്വയം മൂർത്തിയായിട്ടുള്ളവൾ. അതുകൊണ്ട് ദേവി ശിവമൂർത്തി. ശിവം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നുള്ള അർത്ഥവുമുണ്ട്. അതുകൊണ്ട് ദേവി മോക്ഷസ്വരൂപിണി എന്ന് പറയും. ശിവമൂർത്തി ശിവങ്കരി അടുത്ത നാമം. 408 നാമമാണ് ശിവങ്കരി. ശിവം കരോതി ഇതി ശിവങ്കരി എന്നാണ് ആ നാമത്തിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് സംസ്കൃതത്തിൽ. ശിവം കരോതി ഇതി ശിവങ്കരി എന്ന് വെച്ചാൽ ശിവത്തെ അഥവാ മംഗളത്തെ ചെയ്യുന്നവളാണ്. എല്ലാ കാര്യങ്ങളും ദേവിയുടെ മംഗളകരമാണ്. ശത്രു വിനാശനമാണെങ്കിലും വേണ്ടില്ല, അതുപോലെ തന്നെ ബ്രഹ്മാണ്ഡ രചനയാണെങ്കിലും വേണ്ടില്ല, എന്തായാലും ദേവിയുടെ ലീലകളൊക്കെ മംഗളകർമ്മങ്ങളാണ്. അതുകൊണ്ട് ദേവി ശിവത്തെ ചെയ്യുന്നവളാണ്, മംഗളത്തെ ചെയ്യുന്നവളാണ്, മംഗളദായിനിയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ശിവങ്കരി. ഇനി ഭക്തന്മാരുടെ അജ്ഞാനം ദേവി കൃപയാൽ നീങ്ങിപ്പോവും അല്ലേ? അപ്പോൾ അവരെന്തായി തീർന്നു? അവർ ശിവരൂപിയായി. നമ്മൾ പറഞ്ഞു ശിവോഹം 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 എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. കാരണം എല്ലാം ന ബുദ്ധി ന അഹങ്കാരം ന ചിത്തം, ഇതൊന്നുമല്ല ഞാൻ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയാവുന്നത് എന്താണ്? ശിവോഹം ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം. അപ്പോൾ ആ ശിവൻ തന്നെയായിട്ട് ഭക്തരെ മാറ്റുന്നവരാരാണ്? ദേവിയാണ്. എല്ലാ അജ്ഞതയും നീക്കിയിട്ട് ഞാൻ ബുദ്ധിയല്ല, ഞാൻ ശരീരമല്ല, ഞാൻ അഹങ്കാരമല്ല, ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിദാനന്ദ രൂപമാണ്. ആ ചിദാനന്ദ രൂപമായി നമ്മൾ മാറുമ്പോൾ ശിവരൂപമായി തീരും. അതുകൊണ്ട് ശിവം കരി, നമ്മളെയൊക്കെ ശിവനാക്കി മാറ്റുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ശിവങ്കരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അങ്ങനെ 408 നാമവും അവസാനിച്ചു. ഒന്ന് നമുക്ക് ഈ ഒരു 88 ശ്ലോകം ഒന്ന് ചൊല്ലാം. ഭക്തഹാർദതമോ ഭേദഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി. 89 ശ്ലോകം ഒന്ന് തുടങ്ങി വെക്കാം നമുക്ക്, കാരണം സമയം ഇനിയും 1 മിനിറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് വേസ്റ്റ് ആക്കണ്ട. 89 ശ്ലോകം. ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര. ശിവപ്രിയ 409 മുതൽ 415 വരെ 7 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. 89 ശിവപ്രിയ, പെട്ടെന്ന് എളുപ്പം അർത്ഥം അറിയാവുന്ന നാമങ്ങളാണ്. ശിവന് വളരെയധികം പ്രിയപ്പെട്ടവളാണ്. അപ്പൊ ആരാണ്? ശിവന്റെ മഹാകാമേശ്വരന്റെ പത്നിയാണ് ദേവി, മഹാകാമേശ്വരിയാണ് ദേവി. അതുകൊണ്ട് ശിവപത്നിയാണ്, അതുകൊണ്ട് ശിവപ്രിയയാണ്, ശിവന് പ്രിയയായിട്ടുള്ളവളാണ്. അതുപോലെ തന്നെ ശിവം എന്ന് പറഞ്ഞാൽ മംഗളമാണ്. മംഗളത്തെ പ്രിയം, എപ്പോഴും മംഗളകർമ്മങ്ങൾ പ്രിയമായിട്ടുള്ളതാണ് ദേവി. അതുകൊണ്ടും ദേവി ശിവപ്രിയ എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും തുല്യ സ്ഥാനം കൽപ്പിച്ചിട്ട് ദേവിയെ തൻ്റെ അർദ്ധാംഗിനിയായി ഇരുത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ എന്താ പറയുക, ശിവനും പത്നി എന്താ പതി പത്നി രൂപത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഇത്രയും യോജിപ്പുള്ള ഒരു പതിയും പത്നിയും കാണാൻ പറ്റില്ല നമുക്ക്, ശിവനും പാർവതിയും പോലെ. ഒരുമിച്ച് ലോക കാരണങ്ങൾക്ക് വേണ്ടി, ലോകങ്ങൾക്ക് നന്മ നൽകാൻ വേണ്ടി എന്നും ലോകസഞ്ചാരത്തിന് ഇറങ്ങുന്ന ദേവിയാണ്. ആ ദേവിയും ശിവനുമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഏറ്റവും നല്ല മംഗല്യ പൂജകൾക്കുമൊക്കെ ദേവി തന്നെയാണ്, ദേവിയുടെ കൂടെയുള്ള ശിവനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ശിവപ്രിയയാണ്, ശിവപത്നിയാണ് ആ നാമം. അതുകൊണ്ട് തുല്യസ്ഥാനം കൽപ്പിച്ച് ദേവിയെ ഇരുത്തിയിരിക്കുകയാണ്. ഒരു വിധത്തിലുള്ള എന്താ പറയുക, നമുക്ക് നാരി ഈക്വലൈസേഷൻ, ഇക്വാലിറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൻ്റെ ശരീരം പോലും കൊടുത്ത് ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ശിവപ്രിയ എന്ന നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. ഈ നാമത്തോടു കൂടി ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.